ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒറ്റമുറി എന്ന കഥയുടെ 4ാം ഭാഗമാണ് കേട്ടോ. അപ്പോ ഷൈനിയുടെയും അബിയുടെയും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോ ഞാനിന്ന് പറയാൻ പോകുന്നത് അബീന്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കേൾക്കുക. കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മുഷിപ്പിക്കാത്ത കഥയിലേക്ക് പോയാലോ. ഷൈനിയുടെ സാരഥ്യത്തിൽ പിടിച്ച് ഞാനങ്ങനെ നിന്നു. ആ ഒരു സമയത്തായിരുന്നു ഷൈനിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് നാട്ടിൽ നിന്ന് ഭർത്താവായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആള് ഇപ്പം ഉടനെയൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ വാടകയുടെ കാര്യം അതൊന്നും ഷൈനിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ദിവസമായിരുന്നു വാടക കൊടുക്കേണ്ട കാര്യം. ഷൈനിയെ സാരി പിടിപ്പിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ചോദിച്ചു, തന്റെ കയ്യിൽ വാടക എന്തെങ്കിലും തന്നിരുന്നോ? അപ്പൊ തന്നെ അവരെനിക്ക് മറുപടി തന്നു, എന്റെ കയ്യിൽ ഒരു പൈസയും അയാൾ തന്നിട്ടില്ല. അയ്യോ, ഇന്ന് വാടകക്കാരൻ വരും, അപ്പൊ എന്താ ചെയ്യാ? അയാൾ വന്നു കഴിഞ്ഞാല് വാടക കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിലാണെങ്കിൽ 5ന്റെ പൈസയില്ല എന്ന് ഞാൻ പറയുമ്പോ ഷൈനി തന്നെ പറഞ്ഞു, എന്റെ കയ്യിൽ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ എന്നെയൊന്നും ഏൽപ്പിച്ചിട്ടല്ല പോയത്. ഛേ, ഇയാൾക്ക് ഇത് തന്നൂടായിരുന്നോ എന്ന് തന്നെ ഷൈനി പെറുപിറുത്തു. എടോ ഷൈനി, അയാളൊരു ദുഷ്ടനാണ്. അയാൾ വന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും അത് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനാണ്. എന്താ ഇപ്പം ചെയ്യുക? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പം 10-ാം തീയതി ആയില്ലേ, 5-ാം തീയതി കൊടുക്കേണ്ട വാടകയായിരുന്നു. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ 10 ആള് എന്തൊക്കെയാലും ദേഷ്യപ്പെട്ടിട്ടേ പോവൂ. നമ്മളിവിടെ ഇല്ലായിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ഷൈനിയടുത്ത് പറയുമ്പോൾ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അപ്പൊ തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, നമ്മളിപ്പം ഇറങ്ങിക്കഴിഞ്ഞാലും അയാൾ താഴെ കാണും, സെക്യൂരിറ്റിയുടെ കൂടെ. അപ്പോ എന്തൊക്കെയാലും നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ആ നിമിഷം ഷൈനിന്റെ അടുത്ത് പറഞ്ഞു, അയാൾ വരുന്ന സമയത്ത് നമുക്ക് വാതിൽ തുറക്കാതിരുന്ന പോരെ? ആള് ഇവിടെ ആരുമില്ല എന്നറിഞ്ഞു കഴിയുമ്പോ അങ്ങ് തിരിച്ചു പോകില്ലേ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത്, ആൾ അങ്ങനെയൊന്നും പോകില്ല മോളെ. ആള് വന്നു കഴിഞ്ഞാൽ ആളുടെ കയ്യില് ഒരു ചാവി ഉണ്ടായിരിക്കും, അയാളുടേത് മാത്രം. അത് തുറന്നതിനകത്ത് കയറും. അയാൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യമാണ് ഇതിനകത്തെല്ലാം എന്ന് പറയുന്ന സമയത്ത് ഷൈനി തന്നെ പറഞ്ഞു, ആഹാ, അങ്ങനെയാണോ കാര്യങ്ങള്? ഞാനിപ്പോ എന്താ ചെയ്യാ? അല്ല, ഈ ഒരു കാര്യങ്ങളൊന്നും മറ്റു വീടുകളിലൊന്നും ഇല്ലല്ലോ, ഇയാളെന്താ നമ്മുടെ അനുവാദം ഇല്ലാതെ അകത്ത് കയറുന്നത്? പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു, നമ്മളത് ഇതുവരെയും വാടകയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. വാടക കൊടുക്കാത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് അയാൾക്കും കൂടെ അനുവാദമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷൈനി എന്റെ തലയെ കൈ വെച്ചിങ്ങനെ നിന്നു. പെട്ടെന്ന് ഷൈനി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനിയിപ്പം എന്താ വഴി? അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, നമുക്ക് എവിടെങ്കിലും ഒന്ന് കയറി ഒളിക്കാം. രണ്ടുപേരും അനങ്ങരുത്, രണ്ടുപേരും മിണ്ടരുത്, രണ്ടുപേരും സംസാരിക്കാതിരിക്കണം. അങ്ങനെ ഒരു ശ്വാസം പോലും വിടാതെ അങ്ങനെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അയാൾ തിരിച്ചു പോകത്തുള്ളൂ. അങ്ങനെ ഒരു പ്ലേസ് നമുക്കിവിടെ നോക്കി വെക്കണം. അയാൾ കാണാത്ത, അയാൾ കണ്ടുപിടിക്കാത്ത അങ്ങനെ ഒരു പ്ലേസ്. ബാത്റൂമിൽ കയറിയിരുന്നാൽ അത് നടക്കില്ല. അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ ഒരു മാർഗമേ നടക്കത്തുള്ളൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഷൈനി സാരി ഉടുപ്പെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതും. ആ ഒരു വേഷത്തിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ഒളിക്കുക? എങ്ങോട്ടെങ്കിലും കയറാനോ പിടിക്കാനോ പോലും പറ്റില്ല. ആ സമയം പെട്ടെന്ന് തന്നെയായിരുന്നു വാതിലൊരു മുട്ടൽ കേൾക്കുന്നത്. എടാ, ഇങ്ങോട്ട് ഇറങ്ങി എന്നൊക്കെയായിരുന്നു അവിടുന്ന് വിളിച്ചു പോകുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അത് അയാൾ തന്നെയായിരുന്നു, വാടാക്കാരൻ. ഞാൻ ഷൈനിയും വിളിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. എവിടെങ്കിലും ഒളിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിശ്രമവും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. അത് അത്യാവശ്യം വലിയൊരു അലമാരയായിരുന്നു. ഏകദേശം ഒരാൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു സ്പേസ് മാത്രമുണ്ട്. അതിൽ ഞാനും പിന്നെ ഷൈനിയും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെയായിരുന്നു അയാൾ ആ ഒരു കീയിട്ട് വാതിൽ തുറന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഷൈനി എടുത്ത് പറഞ്ഞു, കുറച്ചുകൂടി അടുത്ത് നിന്നോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാതിൽ തുറന്ന് അകത്ത് കയറിയിരിക്കുന്നു. അലമാരയിലെ കീയുടെ ഹോളിൽ കൂടിയും പിന്നെ ചെറിയൊരു വിടവിന്റെ ആ ഒരു സ്പേസിൽ കൂടിയും എനിക്കിങ്ങനെ കാണാമായിരുന്നു. ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയത് ഷൈനിയുടെ റൂമിലേക്കാണ്. അവിടെ കുറെ വസ്ത്രങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു. അയാൾ ഓരോ വസ്ത്രങ്ങളും എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ആരുടെ എന്നായിരിക്കും അയാൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ പാർട്ടി വന്ന കാര്യമോ, പിന്നെ
മറ്റൊരു കാര്യവും ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഷെയറിങ്ങിനാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അയാളത് അനുവദിച്ചെന്ന് വരില്ല. അതുകൊണ്ടായിരുന്നു അയാളിൽ നിന്ന് ഞാനത് മറച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു. അയാൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ റൂം മൊത്തം അരിച്ചു പറക്കുന്നു. ഷൈനിയുടെ ഓരോ സാധനങ്ങളും അയാളുടെ അടുത്ത് നോക്കുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനിയെ ഞാൻ നോക്കി. ഷൈനി ഇതൊന്നും കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, കാതിൽ. ആ സമയം അവൾ എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എന്താണ് അയാൾ ചെയ്യുന്നത്? അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ഓരോന്നും അരിച്ചു പറക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്കേ, അനങ്ങാതെ നിൽക്കണേ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് അറിയാനുള്ള ഒരു തിടുക്കം അവൾക്കുണ്ടായിരുന്നു. അവൾ പതുക്കെ പതുക്കെ എന്നെ അരികിലേക്ക് നീങ്ങി. അപ്പോൾ തന്നെ ആ അലമാരയുടെ വാതിൽ ചെറുതായിട്ട് നനക്കം വെച്ചു. അയാൾ പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധിച്ചു. ആ സമയം ഞാൻ അവളെ ഒന്ന് കരുതലോടെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ, അനങ്ങാതെ നിൽക്കേ എന്ന് പറയുന്ന സമയത്ത് ഷൈനി അപ്പുറത്തേക്ക് പോയി. അയാൾ വീണ്ടും ഷൈനിയുടെ റൂം വീണ്ടും സെർച്ച് ചെയ്യായിരുന്നു. അയാൾ എടുക്കുന്ന ഓരോ സാധനങ്ങളും കണ്ടിട്ട് ഷൈനിക്ക് എന്തോ വെപ്രാളം പോലെ തോന്നി. അവൾ ആ ഒരു ആറ്റുനോറ്റ് വെച്ചിരിക്കുന്ന പല സാധനങ്ങളും അയാളുടെ അടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അടങ്ങി നിൽക്കി, ഇയാളങ്ങ് പൊക്കോട്ടെ എന്ന് തന്നെ ഷൈനി അടുത്ത് പറയുമ്പോൾ ഷൈനി വാ പൊത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അയാൾ അടുക്കളയിലെ ആ വശത്തേക്കെല്ലാം പോയി. അവിടെയെല്ലാം എല്ലാം ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വെച്ചുണ്ടാക്കിയത് വരെ അയാൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു, അയാളൊരു അരിപ്പൻ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തൊക്കെയായാലും നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ, നമ്മൾ റെന്റ് കൊടുത്തിട്ടില്ല, അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഷൈനി അങ്ങനെ നിന്നു. പിന്നെ അയാൾ വന്നത് ഞങ്ങളുടെ ആ റൂമിന്റെ വാതിലിന്റെ അരികിലേക്കായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അവളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിച്ചു പറിച്ചതുപോലെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പൊ തന്നെ ഞാൻ അവളോട് പറഞ്ഞു, അടങ്ങി നിൽക്കേട്ടോ, അയാള് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഷൈനി ഒന്ന് അടങ്ങി. ആ ഒരു വാപത്തി പിടിച്ച് ശ്വാസം വിടാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കണ്ട, അത് പിന്നെ ബുദ്ധിമുട്ടാവും, നീ ശ്വാസം വിട്ട് തന്നെ നിൽക്കേ എന്ന് പറയുമ്പോൾ അവള് നേരെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ആളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സും അവിടെ കിടന്ന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാരി അങ്ങോട്ടും ഇടുന്നോട്ടും ഇടുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അയാൾ അലമാരയുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനിക്ക് നല്ല വെപ്രാളവും ടെൻഷനും ഉണ്ടായിരുന്നു. അവൾ നിന്നപോലെ വിയർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവൾ ഒന്ന് ചാഞ്ഞു. പെട്ടെന്ന് പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരു സമയം അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ സമയത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതായിരുന്നു അവസ്ഥ. അയാൾ അവിടേക്ക് വന്നിട്ട് എല്ലാം ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, അയാൾ പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ തന്നെ ഞാൻ ഷൈനിയുടെ അടുത്ത് പറഞ്ഞു, മിണ്ടരുത് കേട്ടോ, അനങ്ങാതെ നിൽക്കി, അയാൾ പൊക്കോളും എന്ന് പറയുന്ന സമയത്ത് അയാൾ എല്ലാം ഒന്നുകൂടെ നോക്കി. പെട്ടെന്ന് കട്ടിലിന്റെ അടിയിലും എല്ലായിടത്തും ഒന്ന് നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അനങ്ങാതെ നിൽക്കി, പണി കിട്ടത്തില്ല. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ എല്ലാം അവക്കും ഒരു ധൈര്യമായിരുന്നു. പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ തന്നെ ഞാനും അവളും ആ അലമാരയിൽ നിന്നിറങ്ങി. ആകപ്പാടെ നന്നായിട്ട് ചൂടായിരുന്നു, വിയർത്തൊലിക്കുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിച്ചിട്ട് ആ ചെക്ക് മൊത്തം എടുത്ത് കമത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. ശ്വാസം പിടിച്ചു നിന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അവളിൽ നല്ല പോലെ ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് അവൾ ക്ഷീണിച്ച് എൻ്റെ കട്ടിലേക്ക് അങ്ങ് കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഒന്ന് തട്ടി വിളിച്ചു, എന്ത് പറ്റി? എടോ വയ്യടോ, ഇങ്ങനെ കിടന്നോട്ടെ എന്ന് മാത്രം അവൾ മറുപടി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവളോട് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. മറ്റൊന്നും ആയിരുന്നില്ല. എന്തൊക്കെയായാലും വാടകയും കാര്യങ്ങളൊക്കെ ഞാനും കൊടുക്കേണ്ടതാണ്. പിന്നെ അവളുടെ ഭർത്താവ് തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് കൊടുക്കാനും പറ്റിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും കുഴഞ്ഞ് ആ ഒരു കട്ടിലിന്റെ സൈഡിലേക്ക് ചാഞ്ഞു കിടന്നു. എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. കാരണം അതിനകത്താണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചൂടും കാര്യങ്ങളും പിന്നെ നിന്നതിന്റെ ആ ഒരു ടെൻഷനും എല്ലാം കൊണ്ടും ശരീരം ആകെ തളർന്നിരിക്കുന്നു. അയാൾ പോയത് പെട്ടെന്ന് ഭാഗ്യമായി. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് എന്ത് വേണമെങ്കിലും സംഭവിച്ചേനെ എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ അവളോട് പറഞ്ഞു, താൻ ഓക്കെ അല്ലേ? ആ സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് എൻ്റെ അടുത്തായിട്ട് അവൾ പറഞ്ഞു, താനില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ എന്ന് അവൾ പറയുന്ന സമയത്ത് ഞാൻ സമാധാനിപ്പിച്ചു, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിലുള്ളതാണ്, അതങ്ങനെ കണ്ടാൽ മതി. പെട്ടെന്ന് അവൾ പറഞ്ഞു,
അങ്ങനെ ഞാനും കാണുന്നുള്ളൂ. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നില്ലേ, ഇനി ഇതെല്ലാം സഹിച്ചേ പറ്റത്തുള്ളൂ എന്ന് തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവളോട് ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഞാനും അവളും കൂടെ സോഫയിൽ വന്നിരുന്നു. രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം ഒന്ന് നോക്കി. ആ സമയത്ത് തന്നെ അവളുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വരുന്നുണ്ടായിരുന്നു. എന്താണ് ഈ കാണിച്ചത്? ഒരു കുട്ടിക്കളി എന്ന പോലെ സാറ്റ് കളിച്ചിരുന്ന ആ ഒരു സമയമായിരുന്നു അത് എന്ന് എനിക്കും അവൾക്കും അതേ കണക്ക് തന്നെ തോന്നിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് ചിരിച്ചു. പിന്നെ പൊട്ടിച്ചിരിയായി. പിന്നെ ഞാനും അവളും അടുത്തിരുന്നു. നല്ല സൗഹൃദ സംഭാഷണം. ഞാൻ അവളോട് പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സൂപ്പറായിരുന്നു സാറ്റ് കളി. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ വീട്ടിലുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? പല പല കളികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. സാറ്റ് കളി, പിന്നെ കൂട്ടാനും ചെറുക്കനും, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. പെട്ടെന്ന് ഞാൻ ഷൈനിയോട് ചോദിച്ചു, തനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതായിരുന്നു? ആ സമയം അവള് തന്നെ പറഞ്ഞു, എനിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് അച്ഛനമ്മ അങ്ങനെയൊക്കെയുള്ളൊരു കളികൾ കളിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു രസമായിരുന്നല്ലോ, അരിയും കൂട്ടാനും ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ. അത് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, തൻ്റെ കാലത്ത് ആ ഒരു കളികളൊക്കെ ആയിരുന്നല്ലേ പ്രശസ്തമായിരുന്നത് എന്ന് പറയുമ്പോൾ അവൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കാകെ എന്നെക്കാളും 2 വയസ്സിന് ആ ഒരു കുറവ് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നീ അങ്ങ് യങ്ങൊന്നുമല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാലും 2 വയസ്സുണ്ടല്ലോ, അപ്പം ഇയാൾ തന്നെയാണ് മൂത്തത് എന്ന് പറയുമ്പോൾ ഷൈനി ചിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളികളൊക്കെയാണത്. പിന്നെ സാറ്റ്, ക്രിക്കറ്റൊക്കെ ഞാനങ്ങനെ കളിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കസിൻസ് ഒക്കെ കൂടുന്ന സമയത്ത് അവരും വിളിച്ച് എന്നെ അവിടെ നിർത്തുമായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് അതൊക്കെ കളിക്കാൻ. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ആ ഒരു കളി കളിച്ചാലോ? അത് ചോദിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതെന്താ കുട്ടികളോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ, ഇനി അതൊന്നും കിട്ടില്ലല്ലോ, അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഷൈനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പണ്ടെപ്പോഴോ 2 വയസ്സിലോ 3 വയസ്സിലോ ആ ഒരു സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ 8 വയസ്സിലൊക്കെ വരെ കളിച്ചിട്ടുള്ള ഒരു കളികളൊക്കെ ഈ സമയത്ത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സംബന്ധിച്ച് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ തന്നെ ആള് പറഞ്ഞു, എനിക്ക് താല്പര്യമാണ്, താൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഓക്കെയാണ്, പിന്നെന്താ പിടി എന്ന് പറഞ്ഞ് അവളിങ്ങനെ എന്നെ നോക്കി നിന്നപ്പോൾ ഞാൻ ചുറ്റും നോക്കി. ആ സമയത്താണെങ്കിൽ ആള് നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നന്നായിട്ട് വിയർത്തിട്ടുണ്ട് കേട്ടോ, ഈ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കൊടുത്ത സാരിയാണെന്നുണ്ടെങ്കിൽ കുളിച്ച പരുവത്തിലായിട്ടുണ്ട് എന്ന് ഞാൻ അവളോട് പറയുമ്പോൾ അവൾ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. അയ്യോ, ആ ദുഷ്ടൻ വാടാകാരൻ വന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് മുഴുവൻ നശിപ്പിച്ചിട്ടാ പോയത്. അങ്ങനെ അവൾ എന്നെയും കൂട്ടിയിട്ട് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴുകാനിട്ട ഡ്രസ്സ് വരെ അയാളുടെ അടുത്ത് നോക്കിയിട്ടാ പോയത്. ഇയാളെന്താ വല്ല നായ വല്ലതാണോ ഇങ്ങനെ മണം പിടിച്ചു വരാനായിട്ട്? ഇതെല്ലാം ഞാൻ കഴുകാനായിട്ട് കൂട്ടിയിട്ടിരുന്ന സാധനങ്ങളാണ്, അതെല്ലാം എടുത്തു നോക്കി അതെല്ലാം കട്ടിൽ വാരി വിരിച്ചിട്ടുണ്ടാണ് അയാൾ പോയേക്കുന്നത് എന്ന് ഒരു ദേഷ്യത്തോടെ ഷൈനി പറയുന്ന സമയത്ത് ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ അവളുടെ കട്ടിലിൽ കിടക്കുന്ന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ആ ഒരു ചവിട്ട് കൊറ്റയ്ക്കകത്ത് അതിനകത്തൊട്ടിട്ടു. അതിനാണ് അവൾ തുണിയിടുന്നതും കാര്യങ്ങളൊക്കെ. ആ കൊട്ടയിലൊക്കെ ഇടുന്ന സമയത്ത് അവൾ പറഞ്ഞു, താൻ ഇടണ്ട, ഞാൻ ഏതായാലും എടുത്തിട്ടോളാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ സഹായിച്ചു തരാം എന്ന് പറഞ്ഞ് ഓരോ തുണിയും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് ആ കൊട്ടയിലേക്ക് ഇട്ടു. അവൾക്ക് ആ ഒരു സമയത്ത് ഒരു സഹായവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴാണെങ്കിലും ആളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. എല്ലാം ഒന്ന് അടുക്കി വെച്ച് കഴുകാനുള്ള തുണികളെല്ലാം കൊട്ടയിലും വാരിയിട്ടതിന് ശേഷം ഷൈനി എന്നോടായിട്ട് തന്നെ പറഞ്ഞു, എടോ, എന്നെങ്കിൽ പിന്നെ ഞാനൊന്ന് ഡ്രസ്സെല്ലാം മാറി ഒന്ന് കുളിച്ചിട്ട് വരാം. ഇത് കണ്ടില്ലേ, അയാൾ വന്ന സമയത്ത് പറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ആകെ വിയർത്ത് കുളിച്ചു. ഇനിയാണെന്നുണ്ടെങ്കിൽ ഇനി കുളിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ആ അവസ്ഥയാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ താനൊന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വാ, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ഷൈനി തന്നെ പോയി. അപ്പോൾ ഷൈനി അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എടോ, ആ ഡ്രസ്സും കാര്യങ്ങളും ഒന്ന് എടുത്തു തരുമോ, അലമാരയിലിരിക്കുന്നത് മതി എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ഡോറ് തുറന്നതിന് ശേഷം അലമാരയിൽ ഇരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചു. ഇത് രണ്ടെണ്ണം മതിയോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത്, ഒന്ന് പോയടോ, അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട്, അതിനി എടുത്താൽ മതി എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിനകത്തുനിന്ന് ഒരു ഡ്രസ്സും കാര്യങ്ങളും എടുത്തു.
നൈറ്റ് യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഷൈനിക്ക് കൊണ്ടുപോയി കൊടുത്തു. കെട്ടിയവൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ വാടകയും കൊടുക്കത്തില്ല. ഇപ്പോഴേ ഇതൊക്കെ ഇട്ട് ഒന്ന് ശീലിച്ച് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിന്ന് പുറത്തോട്ട് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് ഷൈനി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, വണ്ടി എൻ്റെ കയ്യിലുണ്ട്, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം, അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ റെഡി ആവട്ടെ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് കുളിക്കാനും കാര്യങ്ങൾക്കും അവൾ കയറി. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞിട്ട് ഷൈനി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ പെണ്ണിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ആളല്ല, ആള് പ്രത്യേകമായിട്ടൊന്ന് മാറിയിരിക്കുന്നു. തല നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, ഷാമ്പു ഇട്ടിട്ട് തന്നെയാണ്. വിയർത്ത് കുളിച്ച സമയത്ത് ആകെ പറ്റി വരണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മുറിക്കകത്ത് തന്നെ അടിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ലുക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ലെവൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഷൈനി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഷൈനി ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നി കെട്ടി. അപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു, അതെ, മേക്കപ്പും കാര്യങ്ങളും വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്തു തരാം, എനിക്ക് പഠിക്കാനും കഴിയുമല്ലോ എന്ന് പറയുമ്പോൾ അവള് എന്നെ ഒന്ന് നോക്കി. ശേഷം ഞാനും പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയൊരു ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഇട്ട് കൊടുത്തതും ഞാനായിരുന്നു. ഷൈനിക്ക് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ക്ഷീണം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ആക്കിയതാണോ? അല്ലല്ല, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഷൈനി തന്നെ പറഞ്ഞു, അയാൾ വന്നു കയറി തൻ്റെ ആ ഒരു കസർത്തും കാര്യങ്ങൾക്കും ഞാൻ നന്നായിട്ട് ക്ഷണിക്കുന്നുണ്ട് എന്ന് ഷൈനി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവളോടായിട്ട് പറഞ്ഞു, അയാൾ വന്നോണ്ടല്ലേ നമ്മൾ അകത്ത് കയറിയിരുന്നത്, അതുകൊണ്ടാണ്. ഇപ്പം എന്തൊക്കെയാലും ജ്യൂസും കാര്യങ്ങളും നമ്മൾ മുടക്കണ്ട, ഡെയിലി ഒരു ജ്യൂസ് വെച്ചടിച്ചോ, അങ്ങനെ നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഷൈനി എടുത്ത് പറയുമ്പോൾ ഷൈനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. എടോ, എന്നാ പിന്നെ താനൊരു കാര്യം ചെയ്യ്, താൻ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എങ്കിലല്ലേ നമുക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഷൈനീൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനെന്തെങ്കിൽ റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ വാഷ്റൂമിലേക്ക് കയറി. ആകെ ഒരു കോമൺ വാഷ്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. മുറി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടത് തന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടേക്ക് കയറുന്ന സമയത്ത് ഷൈനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ തോർത്തെടുത്തിട്ട് പോകട്ടോ, അത് ഞാൻ ഇവിടെ വിരിച്ചിട്ടേക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറി. ശേഷം ഞാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഷൈനി ആണെന്നുണ്ടെങ്കിൽ സോഫയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് കയറി. പിന്നെ ഷൈനിയുടെ കൂടെ പുറത്തു പോവുകയാണല്ലോ, അപ്പം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം എന്നെനിക്ക് തോന്നിയിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നെ കണ്ട പാടെ തന്നെ ഷൈനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അവൾ വന്നിട്ട് എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ദേ ഒന്ന് ഇഞ്ചി ചെയ്തരേ, ഇഞ്ചി ചെയ്ത് നല്ല എക്സിക്യൂട്ടീവ് ലുക്കുള്ള ആമ്പിള്ളാരാണ് പെമ്പിള്ളാർക്ക് ഇഷ്ടം, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയാലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലേ, നമുക്ക് അങ്ങനെയൊന്നും വേണ്ട എന്ന് ഞാൻ ഷൈനിയോടായിട്ട് പറഞ്ഞു. അത് പോരാ, എൻ്റെ കൂടെ വരുന്ന സമയത്ത് കുറച്ച് ലുക്കായിരിക്കണം എന്ന് അവൾ പറഞ്ഞ് ശേഷം എന്നെ ഒന്ന് അവൾ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ലുക്കായി. അവളുടെ ആ ഒരു സങ്കല്പവും കാര്യങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. എടോ, നമുക്കിന്ന് കുറച്ച് ദൂരെ പോകണം കേട്ടോ, കുറച്ച് കാഴ്ചകളൊക്കെ കാണണം, അതൊക്കെ ഒരു രസമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഒരു മലമുകളിലേക്ക് പോയാലോ, അവിടെയാണെങ്കിൽ കാഴ്ചകളെല്ലാം ഉണ്ട്, പിന്നെ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്താൻ എന്ന് പറയുമ്പോൾ അവൾ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പോയി വരാം. അങ്ങനെ അവളെയും പിടിച്ചുകൊണ്ട് ഞാൻ കാറിൽ കയറ്റി. ചില കാഴ്ചകൾ കാണാനായിരുന്നു, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിറവേറ്റി കൊടുക്കാനായിട്ട്. മറ്റാരും അവൾക്കൊരു കൂട്ടോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് അവൾ ഈ ഒരു ഹാപ്പിനെസ് തന്നെ കിട്ടുന്നത്. ഞാനതെല്ലാം അവളോട് എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ. അവൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടിരിക്കാനൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒന്ന് തുള്ളിച്ചാടുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ തന്നെ പറഞ്ഞു, അടങ്ങിയിരിക്കും പെണ്ണെ, ഇങ്ങനെ ചാടല്ലേ എന്ന് പറയുമ്പോൾ ആള് തന്നെ അടങ്ങിയിരുന്നു, ഒരു കൊച്ചുകുട്ടിയെ പോലെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം, പിന്നെ ഇതെല്ലാം എൻജോയ് ചെയ്യണം കേട്ടോ, ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് കുടിച്ചു. ശേഷം ആ ഒരു റിലാക്സേഷൻ മുള്ളായിരുന്നു പെണ്ണ്.
അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചുറ്റി ഇങ്ങനെ കണ്ടു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം ഇനി ഉണ്ടായിരിക്കുന്നില്ല, അത് അവസാനിക്കുകയാണ്. ഇനി ഒരു പുതിയ സ്റ്റോറി ആയിട്ട് ഞാൻ വരാം. അപ്പം എന്നെ എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തായാലും ശരി കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇനിയും നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.